പറഞ്ഞല്ലോ കിളി പോയി കിടക്കാണ്. അത് നല്ല ഓട്ടമായിരുന്നു, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഒരു 100 ദിവസത്തെ പണി 10 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു അനാലജി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ അത്രയും ഹെക്ടിക് ടൈറ്റ് ആയിരുന്നു. നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് വലിയ ക്രൂ അല്ലേ, ഈ ക്രൂവിന് നിൽക്കാനായിട്ട് ആ വീട് മാത്രമേ ഉള്ളത്, മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ വീട് മാത്രം. അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ ആൾക്കാരെ അതും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, മഴ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കാറ്റ് കൊണ്ട് ഓട് പാറിയിട്ട് അതിലൂടെ മഴ ഇങ്ങനെ ചോരുന്നുണ്ടാവും. ഓരോ സമയവും ഈ സജീഷും ടീമുണ്ട്, ആ ഡയറക്ടർ, അവരുടെ ടീമും നമ്മളെല്ലാവരും അങ്ങനെ എല്ലാവരും വന്നിട്ട് വെള്ളം ഒപ്പാറാണ്. എന്താ പറഞ്ഞാൽ അവിടെ വെള്ളം കയറിയാലും പ്രശ്നമാണ്. ബോട്ടം ലൈൻ ഇതാണ്, ഒരു ഷോട്ട് പോലും മനസ്സമാനത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കഥയിൽ ഈ ഒരു ക്വസ്റ്റ്യനിങ് എപ്പോഴും നടക്കാറുണ്ടോ? കഥയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഉണ്ടാവാറില്ല. രാജാപാട്ട് എന്നുള്ള രീതിയിലല്ല, ചില വിദേശ ഭാഷകളിലൊക്കെ ഉണ്ടാവാറില്ലേ, അതായത് അവിടെ സെക്കൻഡ് വേൾഡ് വാർ കൊടുമ്പിരി ഉള്ളുമായിരിക്കും, അപ്പൊ ഇവിടെ ഉള്ള കുഞ്ഞു വീട്ടിലത്തെ അപ്പൂപ്പന്റെയും കൊച്ചുമോളുടെയും കഥ എല്ലാ രീതിയിലും നമ്മളെ ക്യാരക്ടറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ സന്ദീപ് വിന്നായിരുന്നു ആ ക്യാരക്ടറിലേക്ക്. എന്ന് പറഞ്ഞാൽ അവനും ഒരു പുതിയൊരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ടോട്ടലി ജിംഖാനെ നല്ല മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ അത് പുള്ളിയിട്ട് എടുക്കുക, ആ സ്റ്റൈലിലേക്ക് മാറുക എന്നെല്ലാം പറഞ്ഞാൽ അവനും ഒരു ചാലഞ്ച് എടുത്തു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ് അല്ലാത്ത ചോയ്സുകൾ, ഒബ്വിയസ് അല്ലാത്ത ഋതം വേണം തോന്നുന്ന സ്ഥലത്ത് ഋതം ചെയ്യാണ്ടിരിക്കുക, ഋതം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഋതം കൊടുക്കുക, എല്ലാം തർക്കോത്തരം. അതെ, അതൊന്നും ഇങ്ങനെ ചെയ്തല്ലോ, ഒന്നും ഇങ്ങനെ ആരും ചെയ്യാറില്ല, എന്നാ അങ്ങനെ എന്നാ പിന്നെ അങ്ങനെ ചെയ്യണം. സിനിമ സിഗ്നേച്ചറായി മാറിയ രണ്ടുപേരാണ് നമ്മുടെ കൂടെയുള്ളത്, ദിൻജിത്ത് ആൻഡ് ബാഹുൽ. വെൽക്കം. സോ എക്സൈറ്റഡ് ടു സ്പീക്ക് ടു ബോത്ത് ഓഫ് യു. ലൈക്ക് സിനിമ കണ്ടതിൻ്റെ ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതിയുണ്ട്, അറിയാം. എന്തൊക്കെയാണ് കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം എക്കോ തിയേറ്ററുകളിൽ ഹിറ്റായാണ് നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്? എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങളൊക്കെ? ഭയങ്കര സന്തോഷം തന്നെയാണ്. കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. ഇൻഡസ്ട്രിയിൽ മൊത്തം ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ സെലിബ്രിറ്റി ഷോ കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. അത്തരം കോളുകൾ വരുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്റ്റേജ് ഓഫ് ഹാപ്പിനെസ്? ഭയങ്കര ഹാപ്പിയിലാണ് തന്നെയാണ് ഇരിക്കുന്നത്. അത് കോൾസ് എടുക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയുമ്പോൾ ഉള്ള വേർഡ്സ് ഉണ്ടാവില്ലേ, ഇൻ്റർനാഷണലാണ്, മറ്റേ ഇതാണ്, അങ്ങനെയെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണ് നമ്മൾ ഒരു വലിയൊരു അങ്ങനെ നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്. ആ എഫേർട്ടിൻ്റെ റിസൾട്ട് ആൾക്കാരിലേക്ക് എത്തുന്നു, അവർ ഇഷ്ടത്തോടെ നമ്മളോട് അയ്യോ നല്ല പടം ചെയ്തെടുക്കുന്നതോട് ഇത്രയും നിങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉള്ളിലുള്ളൊരു സുഖമില്ലേ, അതിങ്ങനെ അത്രയും കാലം കഷ്ടപ്പെട്ടതിനുണ്ടാവുന്നൊരു പറഞ്ഞല്ലോ കിളി പോയി കിടക്കാണ്. അത് നല്ല ഓട്ടമായിരുന്നു, ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഒരു 100 ദിവസത്തെ പണി 10 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു അനാലജി ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ അത്രയും ഹെക്ടിക് ടൈറ്റ് ആയിരുന്നു. കുറച്ച് നിങ്ങൾ 3 മാസം 5 മാസം പീരീഡിലല്ലേ ഇത് കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരുന്നത്? പോസ്റ്റ് പ്രൊഡക്ഷൻ ആക്ച്വലി വല്ലാണ്ട് ടൈറ്റ് ആയിരുന്നു 3 മാസം. അപ്പം ലാസ്റ്റ് മിനിറ്റ് വരുമ്പോൾ റിലീസിന് 2 days ബിഫോർ ക്യൂബിൽ അപ്ലോഡിങ്, കറക്ഷൻ, GCC, ഓവർസീസ്, ഔട്ട് ഡെലിവറി പരിപാടികളൊക്കെ ആയിട്ട് മൊത്തത്തിൽ സ്റ്റുഡിയോയിലായിരുന്നു ഉറക്കം, എല്ലാവരുടെയായിരുന്നു ഉറക്കം എന്നുള്ള രീതിയിൽ ഓട്ടം ചാട്ടമായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് ഫിസിക്കലി ഒന്ന് നല്ല രീതിയിൽ വീക്കായി, ഒന്ന് ഡ്രെയിൻ ആയി, കിളി പോയി, അങ്ങനെ ഇരിക്കണം. അപ്പൊ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, വീട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതെ അതെ അതെ, അതുപോലെ നല്ല ഉറക്കം, നല്ല റെസ്റ്റ് തന്നെയാണ് ഇപ്പൊ ആക്ച്വലി. നിങ്ങൾ ഈ ഇട്ടൊരു എഫേർട്ട് വ്യക്തമായിട്ട് നമുക്ക് സ്ക്രീനിൽ മനസ്സിലാവും, പക്ഷെ നമ്മൾ ഒരിക്കലും അത് ആ വെയിറ്റിലല്ല സിനിമ കാണുന്നത്. അതിൻ്റെ ഒരു താളമുണ്ട്, വളരെ സിമ്പിളായിട്ട് ഒഴുകി വരും. പക്ഷെ കിഷ്കിന്ധാകാന്ഡത്തിലുള്ള ഒരു ജേർണി നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളത് കേട്ട് കാണും, ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഈ കഥയിൽ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഓരോ ലെയർ മാറ്റി മാറ്റിയാണ് നിങ്ങൾ കഥ അവസാനത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ആദ്യം ക്യാരക്ടറിലേക്ക് ഇന്നാവുന്നു, ക്യാരക്ടർ നമ്മൾ എവിടേക്ക് കൊണ്ടുവന്നു, ആ വഴിക്ക് നമ്മൾ പോകുന്നു. ഇപ്പം ബാഹുലിൻ്റെ കഥേനെ എടുത്ത് ഒരു വിഷ്വൽ ഡിസൈനിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ട്രിക്കിയാണല്ലോ, 2ാമത്തെ തവണയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? ഭയങ്കര ചാലഞ്ച് അല്ലേ, ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് അല്ലേ. അപ്പോൾ അത് അവിടെയാണ് നമുക്ക് ടെൻഷനാവും. ഓക്കെ, ഇതെങ്ങനെ ഇത് ഫലിപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇതെങ്ങനെ അതിന്. പിന്നെ ഓക്കെ, ബാഹുൽ ക്യാമറാമാനും ആയതുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഈസി ഫ്ലോ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എല്ലാം
ക്ലിയർ ആയിരുന്നു. അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഓക്കെ. എത്ര ഈസിയാണ് ബാഹുലിന്റെ കഥകളെ ഇമാജിൻ ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ കഥ കേൾക്കുന്ന സമയത്ത് ഒരു വൺ ലൈനൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ബാഹുൽ എവിടെ നിന്നാവും ഈ കഥ പിക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവുക എന്നുള്ള ആലോചനയിൽ കുടുങ്ങി പോകാറുണ്ട്. കഥ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊന്നും നരേറ്റ് ചെയ്യാറില്ല, കഥ നേരെ കൊടുക്കാറാണല്ലേ. അതിന്ന് എങ്ങനെയാണ് ഒരു വേൾഡ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക? അതന്നെ ഓരോ ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ആ ഫസ്റ്റ് സീൻ തന്നെ നമുക്ക് അത് നമ്മുടെ അശോകേട്ടൻ്റെ ജീപ്പ് സീക്വൻസിൽ തന്നെ നമുക്ക് ഞാൻ ഇന്നാണ് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ ആ ഒരു വേൾഡിലേക്ക് ഏതോ ഒരു വേൾഡിലേക്ക് നമ്മളെ അങ്ങ് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളും ഒക്കെ പോലീസ് അങ്ങനത്തെ ആ സംഭവം തന്നെ ഞാൻ ഇന്നാണ് ആക്ച്വലി. ഞാൻ അപ്പം തന്നെ ഓ ഇത് ഏതോ ഒരു ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ നമ്മൾ പിന്നെ പുറകോട്ട് നോക്കുന്നില്ല. പിന്നെ ആ ലോകത്തിൽ പല മനുഷ്യന്മാരെയും കണ്ടുമുട്ടുന്നു, അവരിലൂടെ വേറെ ആൾക്കാരെ കണ്ടുമുട്ടുന്നു. ആ ഒരു മിസ്റ്ററി അവിടെ തന്നെ ഓരോ ചെറിയ ചെറിയ മിസ്റ്ററി എലിമെൻറ്റ് തുടക്കമാണ് അത്. ആ തുടക്കം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതിൽ നായ്ക്കളും കാര്യങ്ങളും എല്ലാം കൊണ്ടും ഒരു വായിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പം നമ്മൾ ഓക്കെ ഇത് നമ്മളെ ലോക്കാണ്, ഇത് നമ്മൾ ചെയ്യും ഇതിന്. പിന്നെ അതാണ് ആ ചാലഞ്ച് അപ്പോഴും ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് ഉണ്ട്. നമ്മൾ അപ്പം തന്നെ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലോകത്തിലേക്ക് ഇനി എന്തെല്ലാം ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ അൾട്ടിമേറ്റ്ലി എല്ലാം നല്ല രീതിയിൽ വന്നു. നമ്മൾ അതന്നെ ഷൂട്ടിന് മുന്നേ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ടോട്ടലി വേറെ ഒരു ടെറൈനായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു മഴയെല്ലാം കാരണം അത് ടോട്ടലി മാറി. പിന്നെ നമുക്ക് നാച്ചുറൽ തന്നെ എല്ലാ രീതിയിലും നമുക്ക് ബ്ലെസ്സിങ് എന്നുള്ള രീതിയിലൊക്കെ കോടമഞ്ഞ് വേണം, കോടമഞ്ഞ് എല്ലാം നമ്മൾ വേണമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ വന്നു ചേർന്നു. വന്നിട്ട് അതിൻ്റെ വേറൊരു വിഷ്വൽ ബ്യൂട്ടി കൊണ്ടു തന്നു. ഹാപ്പി. പക്ഷെ നിങ്ങളുടെ കാസ്റ്റിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അങ്ങനെയല്ല, ഭയങ്കര പണിയായിരുന്നു, എങ്ങനെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുള്ള അതന്നെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാരവൻ നമ്മുടെ ഒരു റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിച്ചത് അതിനുശേഷം നമ്മൾ ജീപ്പിലൂടെ യാത്രയാണ്. ഓരോ മലകൾ 2 മലകളിലും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചില സമയം പിന്നെ നടത്താണ്. ഇത് ഒരു കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ലൊക്കേഷൻ എത്തുക. അപ്പോൾ ഈ ഓരോ ലൊക്കേഷനും നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു. ആ ലൊക്കേഷൻ തന്നെ നമ്മൾ ഈസി അല്ല, ഫുള്ള് ചളിയും എന്താ പറയുക മഴയെല്ലാം പെയ്തിട്ട് നമുക്ക് അങ്ങനെ ഈസിയല്ല. അവിടെ ഒരു തണൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഈവൻ നമുക്ക് ഷൂട്ടിൻ്റെ സമയത്ത് വലിയ ക്രൂ അല്ലേ, ഈ ക്രൂവിന് നിൽക്കാനായിട്ട് ആ വീട് മാത്രമാണ് ഉള്ളത്, ഏറ്റവും മുകളിലുള്ള വീട് മാത്രം. അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ ആൾക്കാരെ അതും തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, മഴ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കാറ്റ് കൊണ്ട് ഓട് പാറിയിട്ട് അതിലൂടെ മഴ ഇങ്ങനെ ചോരുന്നുണ്ടാവും. ഓരോ സമയവും ഈ സജീഷൻ ടീമുണ്ട്, ആ ഡയറക്ടർ, അവരുടെ ടീമും നമ്മളെല്ലാവരും അങ്ങനെ എല്ലാവരും വന്നിട്ട് വെള്ളം ഒപ്പാറാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം കയറിയാലും പ്രശ്നമാണ്, വുഡണല്ലേ പെട്ടെന്ന് മോശമായി പോകും. എല്ലാം ഒരു ടാസ്ക് ആയിരുന്നു. അതെല്ലാം അതിജീവിച്ച്. പ്രധാന ടാസ്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം കോൾ ഷീറ്റ് കണക്കാക്കുമ്പോൾ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഡേ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടാവുക. ഇതിലങ്ങനെയല്ല. ഇതിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി തൊട്ട് മഴയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വേണം. 2 മണിക്ക് ശേഷം ഷൂട്ടിംഗ് നടക്കില്ലായിരിക്കും, ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ള രീതിയിലാണ് രാവിലെ തൊട്ടേക്കണത്. അപ്പൊ എന്ത് സംഭവിക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചാർട്ട് ചെയ്ത കണ്ടന്റ്സ് 2 മണിക്കുള്ളിൽ തീർത്തേ പറ്റുള്ളൂ. അതൊരു പാറ്റേൺ ആയിരുന്നു കേട്ടോ, അല്ലേ? ഓർമ്മയില്ല, നമ്മൾ 2-3 ദിവസം നോക്കുമ്പോൾ ഇത് പാറ്റേൺ ആണ്. കറക്റ്റ് 3:30-4 മണിക്ക് മഴ തുടങ്ങും, പിന്നെ നിൽക്കില്ല. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാർട്ടിലാണ് നീങ്ങുന്നത്. ഈ ഇത്ര വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തതിനാ. അതുകൊണ്ടാണ് ഈ രാത്രി ഒന്നും ഔട്ട്ഡോർ ഒന്നും ഇല്ലാത്ത, ലൈക്ക് രാത്രി ഇവരുടെ സീക്വൻസുകൾ മാത്രമായിട്ടാണല്ലോ. അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ. ഈ തിങ് നമ്മളിപ്പോൾ രാവിലെ തൊട്ട് ഓരോ ഷോട്ടും ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഈ എഡ്ജിൽ നിന്ന് ഷൂട്ട് ചെയ്യണമെന്ന് മാത്രം. വളരെ വിജിലൻ്റ് ആയിരിക്കണം. പരമാവധി റീടേക്കുകൾ കുറയ്ക്കുക, എറേഴ്സ് കുറയ്ക്കുക. കാരണം സമയം നമുക്ക് ഭയങ്കര ലക്ഷറിയാണ്. കാരണം 2 മണിക്കുള്ളിൽ ആ ദിവസത്തെ പരിപാടികൾ തീർന്നില്ലെങ്കിൽ, ചാർട്ട് ചെയ്ത് തീർന്നില്ലെങ്കിൽ നാച്ചുറലി അടുത്ത ദിവസത്തേക്കാണ് ആഡ് ആവുകയാണ്. അപ്പോൾ ദിവസം തള്ളിപ്പോകും. അപ്പോൾ അതനുസരിച്ച് പ്രൊഡക്ഷൻ ഒക്കെ മാറി പോകുമല്ലോ. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്, ബഡ്ജറ്റ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് എവറി ഷോട്ട് അത് റീടേക്ക് പാടില്ല. ബെറ്റർമെന്റിന് വേണ്ടി നമുക്ക് ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലല്ലാതെ ലക്ഷൂറിയസ് ആയിട്ട് ഒരിക്കലും കാണരുത് എന്നുള്ള രീതിയിൽ. അതിന് അഡീഷണൽ പ്രശ്നങ്ങൾ വെച്ചാൽ ഈ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവുന്ന രീതിയിൽ കോടയുടെയും മഴയുടെയും ഒക്കെ പ്രസൻസ് വരുമ്പോൾ അത് വലിയൊരു പണിയാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവരുത്. ഇപ്പോൾ ഈ ഒരു ഷോട്ടാണെങ്കിൽ ഇനി 2 ഷോട്ടുകൾ എടുക്കാനുണ്ട്, അപ്പോൾ ഈ ഷോട്ട് വെച്ചിട്ട് അധികം കളിക്കാൻ പറ്റില്ല.
എത്രയും പെട്ടെന്ന് എടുക്കണം. അപ്പോൾ കണ്ടിന്യൂറ്റി ചേഞ്ച് ആകുന്നതിന് മുന്നേ തന്നെ കൗണ്ടർ ഷോട്ട് എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള മറ്റേ ഈ സീനിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള മറ്റേ ഷോട്ട് നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഡെലിക്കേറ്റ് പ്ലാനിങ്ങിലൂടെയൊക്കെ പോകേണ്ടി വന്നിരുന്നു. വിച്ച് മീൻസ് ബോട്ടം ലൈൻ ഇതാണ്, ഒരു ഷോട്ട് പോലും മനസ്സമാനത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു സ്ഥലം, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിച്ച് വന്നിട്ട് നിങ്ങൾ അവരെ പണിയെടുപ്പിച്ചു വിട്ടു. ബാഹുല സ്ക്രിപ്റ്റിന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഭയങ്കര കുസൃതിക്കാരനായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവില്ലേ, കുരുത്തം കെട്ട കുട്ടികൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. എപ്പോഴും ആൾക്ക് ചോദ്യം ഉണ്ടാവും, അതെന്താ അങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന കഥയാണ്. അപ്പം അവസാനം ഒരു ഉത്തരം വേണം, എന്നാലേ അതവിടെ നിൽക്കുള്ളൂ. ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം, പക്ഷേ ഈ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. അതെന്താ അങ്ങനെ, അതെന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവും, അതിന് ആൻസറും ഉണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ഒരു റൈറ്റിംഗ് പ്രോസസ്സ് വരുന്നത് ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എൻ്റെ മോളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്വഭാവമായിരുന്നല്ലേ. 3 വയസ്സുള്ള മോൾ കുട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ അന്നിങ്ങനെ ആക്കിക്കൂടെ. കഥയിൽ ഈ ഒരു ക്വസ്റ്റ്യനിങ് എപ്പോഴും നടക്കാറുണ്ടോ? കഥയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും ഉണ്ടാവാറില്ല. സീനുകൾ കോൺവെർസേഷൻസ് ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി മറ്റേ ആൾ എന്ത് പറയുന്നു എന്നുള്ളതനുസരിച്ച്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മനീഷേട്ടനോട് പറയായിരുന്നു, ഇപ്പോൾ ഒരാൾ നമ്മൾ തമ്മിൽ കാണുമ്പോൾ എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി എൻ്റെ അടുത്ത ചോദ്യം ഹോസ്പിറ്റലിൽ അവിടെ എന്താ, അവിടെ ആർക്കും എന്താ പറ്റി, നാച്ചുറലി ആ പറ്റിയ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള ഒരു വിഷയത്തിലേക്ക് വരും. അപ്പോൾ അതൊരു സബ്ജക്റ്റായി മാറി. ഇതൊരു അനാലജി പറഞ്ഞതാണ്. ഇന്ന് പറഞ്ഞ പോലെയാണ് കോൺവെർസേഷനിൽ ഉണ്ടായി വരുന്ന സബ്ജക്ട് അതിന്റെ പിന്നാലെ പിടിച്ചിട്ട് അടുത്ത കോൺവെർസേഷൻ. ഓർഡറിൽ പറയുമ്പോൾ ശരിക്കും സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് എന്നാണ് ഓർഡറിൽ. ആക്ച്വലി എനിക്ക് നടക്കുന്നത് ആദ്യം ഡയലോഗ് പിന്നെ സ്ക്രീൻ പ്ലേ, ലാസ്റ്റ് ആണ് സ്റ്റോറി ഉണ്ടാവുന്നത്. പക്ഷെ അപ്പോഴും തിരിച്ചു പോയി തിരുത്തുന്ന പ്രോസസ്സ് ഉണ്ട്. ബാക്ക് ആൻഡ് ഫോർത്ത് വർക്ക് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ സാധനം കിട്ടി, ഓക്കെ തിരിച്ചു പോകും, അവിടെ പോകും, എന്നിട്ട് വീണ്ടും തിരുത്തി വരും. അങ്ങനെ മൊത്തത്തിൽ തിരുത്തേണ്ടി വരില്ല. ഓക്കെ ഇത് ഇങ്ങനെ ഒരു സാധനം കിട്ടി, ഇനി ഇതിലേക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ചില സീനുകളിലത്തെ കണ്ടൻസ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഒന്ന് മാറ്റണം എന്ന് തോന്നുമ്പോൾ അവിടെ പോയിട്ട് അത് ചെയ്തു വരും. അത് തിരിച്ചു കഴിയുമ്പോൾ ഓക്കെ, എന്നിട്ട് അത് ഒരു റീഡിങ് ചെയ്ത് വരുമ്പോൾ എന്നിട്ടൊന്ന് ഓർഡറിൽ അതുവരെ ഉള്ളതൊന്ന് വായിക്കും. അപ്പോൾ ആ പോകുന്ന പോക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കിട്ടും, ഇങ്ങനെ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല, അപ്പത്തെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്തിട്ട് തോന്നിയ പോലെ ചെയ്യാം. ആരുടെ ആൻസർ ചെയ്യാനില്ലല്ലോ, ആരുടെ കമ്മിറ്റ്മെന്റും ഇല്ല. അവസാനം പണി വരുന്ന ഡയറക്ടർ. ഈ ഇതിലും മുന്നേ പറഞ്ഞിട്ടുണ്ട് എക്കോടെ കഥ കിട്ടുന്ന ഒരു ഡയലോഗിൽ നിന്നാണ്, ഒരു ഡയലോഗിലാണ് ഇതിന്റെ വൺ ലൈന് പോകുന്നത്. അത് റിവീൽ ചെയ്യാൻ പറ്റുന്നതാണോ? റിവീൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പടം കണ്ടു. ഏറ്റവും അവസാനം വോയിസ് ഓവർ ആയിട്ട് ചേട്ടത്തി കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് ഡയലോഗ്, ഒരു ഫ്രേസ് ഉണ്ട്. ഓക്കെ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അത് ഈ പറഞ്ഞ സുരക്ഷയും സംരക്ഷണവും ഒക്കെ മുന്നേ ആളുടെ അടുത്ത് പറയുന്ന ഡയലോഗ്. ആ സംഭാഷണം, ആ ലൈനായിരുന്നു മനസ്സിൽ ആദ്യം വന്നിരുന്നത്. കഥയൊന്നുമില്ല, കഥാപാത്രമില്ല. അപ്പൊ ആ ഒരു ലൈൻ, വാട്ട് ഇഫ് ഇങ്ങനെ പ്രഥമദൃഷ്ടിയ ഇങ്ങനെയെന്ന് തോന്നുന്ന ഒരു കാര്യം വാസ് ആക്ച്വലി വേറൊന്നാണെങ്കിൽ എന്നുള്ളൊരു ലൈനായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏത് പ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്യണം, ഏത് കഥയിലേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ളതായിരുന്നു പിന്നീട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഒരു 17th സെഞ്ചുറി 18th സെഞ്ചുറി ട്രാവൻകൂർ പശ്ചാത്തലത്തിലൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചായിരുന്നു. മറ്റേ രാജാപാർട്ടി എന്നുള്ള രീതിയിലല്ല, ചില വിദേശ ഭാഷകളിലൊക്കെ ഉണ്ടാവാറില്ലേ, അതായത് അവിടെ സെക്കൻഡ് വേൾഡ് വാർ കൊടുമ്പിരി ഉള്ളുമായിരിക്കും, അപ്പൊ ഇവിടെ ഉള്ള കുഞ്ഞു വീട്ടിലത്തെ അപ്പൂപ്പന്റെയും കൊച്ചുമോളുടെയും കഥ എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാവുമല്ലോ. എന്ന് പറയുന്ന പോലെ 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒക്കെ സമയത്ത് ഇവരൊന്നും വരാതെ, കഥയിലേക്ക് ഒന്നും വരാതെ, എവിടെ ഒരു ബൈ കണക്ഷൻ ഉള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സിന്റെ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു പ്ലോട്ട്. അങ്ങനെ ആലോചിച്ചാലോന്ന് വെച്ചിട്ടൊന്ന് റൗണ്ട് ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു ചെറുകഥ പോലെ ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ടെക്നീഷ്യൻ അവയർനെസ് എപ്പോഴും തലയിൽ കിടക്കണമുണ്ട്, ബഡ്ജറ്റ് ലോജിസ്റ്റിക്സ് അവയർനെസ് തലയിൽ കിടക്കണമുണ്ട്. ഇത് എഴുതി വെച്ച് പെട്ടിയിൽ ഇരിക്കുകയുള്ളൂ, ഇതിന് ബഡ്ജറ്റ് ഭയങ്കര മൗണ്ട് ചെയ്യേണ്ടി വരും, അപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായിട്ട് ഇരിക്കും. അപ്പൊ ഇനി നടപടി ആകാൻ എന്താ ചെയ്യാ, നടപടിയായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആളുകൾ കണ്ടിട്ടല്ലേ ഇത് കാര്യമായിട്ട്. അപ്പോൾ അതിന് എവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത് നോക്കി. പിന്നെ ഒരു 1930s പിടിച്ചാലോ, ഈ റസ്കിൻ ബോണ്ട് നോവലുകളൊക്കെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ജിം കോർബറ്റിന്റെ ബുക്കുകൾ, അയാളെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ടെറൈനെ കുറിച്ചും അന്നത്തെ കാലത്തെ ഒരു മിലിയുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീൽ ഫാസിനേറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ പിടിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ 1930s ഏകദേശം ഒന്ന് ലോക്കായതായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എഴുതാൻ തുടങ്ങണേ. അപ്പൊ സീൻ 1 എന്ന് പറഞ്ഞിട്ട് അത് എഴുതി തുടങ്ങുന്നത് അതാ 1930s ആയിരിക്കാം, കൊല്ലം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ എഴുതി തുടങ്ങുക ഫസ്റ്റ് വാചകത്തിൽ തന്നെ
ഒരു വണ്ടിയിൽ ഒരാൾ വരുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ എടുക്കുമ്പോൾ തന്നെ അന്നത്തെ കാർട്ട് വേണമല്ലോ. അപ്പൊ ഫസ്റ്റ് സീനിൽ തന്നെ ഇങ്ങനെ ഒരു കാർട്ട് ആണ്, അതിനൊരു വലിയ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സീനിൽ ഒരു വെറുതെ ഒരു ചെറിയ ഒരാൾ വരുന്നതിന് ഈ എക്സ്പെൻസ് ആണെങ്കിൽ ഇനി പോകെ ரொம்ப ദൂരം പോകേണ്ടിയത് ഇറക്ക് എന്ന് പറയുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഓക്കെ വേണ്ട, ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റുന്നതിന്റെ ബെയർ മിനിമം മറ്റേ മാക്സിമം എന്താണെന്നുള്ളൊരു ബോർഡർ ലൈൻ ക്രാക്ക് ചെയ്തിട്ട് ഓക്കെ ജീപ്പ് വരട്ടെ, പറ്റുന്നതിനും പഴയൊരു ജീപ്പാക്കാം. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പീരീഡ് എന്തായാലും വേണമായിരുന്നു. ബിക്കോസ് ഇതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു മിലിയിൽ ഇത് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ ലോജിസ്റ്റിക്കൽ തീരുമാനം എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആണ് എഴുതി തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഇപ്പോൾ നിൽക്കുന്ന പ്രസന്റ് കാലഘട്ടം, നമ്മുടെ പ്രസന്റ് അല്ല സ്റ്റോറിയുടെ പ്രസന്റ് കാലഘട്ടം എന്നുള്ളത് ഓൺ ദ ഗോയിൽ കള്ളവണ്ടിക്ക് ബഡ്ജറ്റ് ആവും. ഒറ്റ തോട്ടലാണ് ഓക്കെ ആ കൊല്ലം വേണ്ട, ഫോർഗെറ്റ് റസ്കിൻ ബോണ്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണോ? ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ കഥ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയും അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ വിഷനോടുകൂടെ കഥ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഇതും വേറെ ആണല്ലോ. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇതിപ്പം ബാഹുലി പറഞ്ഞ പോലെ ലോജിസ്റ്റിക്കലി എന്ത് പോസിബിൾ ആണ് എന്നുള്ളൊരു തോട്ട് കൂടെ ആ കഥയിൽ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ എളുപ്പം ആക്കുന്നുണ്ടോ പ്രോസസ്സ് മൊത്തത്തിൽ? അല്ല 100% എന്ന് പറഞ്ഞാൽ അതാണ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ ബാഹുലെപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കും എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ്. പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ആവുക എന്നുള്ളൊരു കൺസേൺ എപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലേറ്റ് നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് ഓക്കെ വലിയൊരു സംഭവം ചിന്തിക്കും, എന്നിട്ട് പ്രൊഡ്യൂസറെ വെയിറ്റ് ചെയ്യും, പ്രൊഡ്യൂസർ അങ്ങനെ ആ പ്രൊഡക്ഷൻ കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നമ്മളെ എനർജി തന്നെ നമ്മൾ വേസ്റ്റായി പോകുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ പറയുമ്പോൾ തന്നെ എനിക്കും അത് കണക്റ്റഡ് ആണ്. ഓക്കെ ഇതുള്ള ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈവൻ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ കിഷ്കിന്ത നോക്കിയാലും അത്ര കൂടുതൽ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, ലൊക്കേഷൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കൊന്ന് അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പ്രൊഡക്ഷൻ വൈസ് ബഡ്ജറ്റ് വൈസ് എല്ലാം ഒരു ഓണാകുന്നതിന് ഒരു എളുപ്പമാർഗം എന്നുള്ളൊരു സംഭവമുണ്ട്. അതാണ് ആ കമ്മ്യൂണിക്കേഷൻ. അത് ഒരാളായത് കൊണ്ടുള്ള ഒരു ഈസിനെസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ബാക്ക് ആൻഡ് ഫോർത്തിന്റെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇതായിട്ട് കളക്ട് ചെയ്ത് പറയുന്നത് ഈ കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റ് നമ്പേഴ്സിന്റെ. ഇതിലത്തെ പോസ്റ്റ് ഓഫീസിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രീലക്ഷ്മി ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ ഒരു സീൻ ആദ്യം ഈവൻ മണി ഓർഡർ മറ്റേ സാലറി കൈപ്പറ്റാൻ വരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു സീനിൽ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ക്യാരക്ടർ ചെയ്തു. പിന്നെ അപ്പം പോയി, പിന്നെ എവിടെയൊക്കെയോ കാർ എടുത്തിട്ട് പോയി, PWD ഗസ്റ്റ് ഹൗസിൽ പോയി, പിന്നെ തിരിച്ച് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അശോകേട്ടൻ്റെ ക്യാരക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ഥലം വേണം. അശോകേട്ടൻ്റെ ക്യാരക്ടറായിട്ട് ഡിസ്കഷൻ ഇരിക്കണം. അപ്പോൾ അത് എവിടെ ഇരിക്കാം? ചായക്കട വേണ്ട, ഒബ്വിയസ് ആണ്, അത് വേണ്ട. അപ്പോൾ വേറെ എന്ത് എവിടെ ഇരുത്താം എന്നുള്ള രീതിയിൽ ആലോചിച്ചു. അപ്പോൾ ആണ് അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സീൻ എഴുതിയിട്ടുണ്ട്, അതിന് വേണ്ടി നമ്മൾ എന്തായാലും ഒരു സെറ്റ് ഇടണം. അപ്പോൾ നിലവിൽ എഴുതിയേക്കുന്ന സീൻ മേ ബി ഒരു 2 or 3 hours വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു ദിവസം പോലും ഷൂട്ട് ചെയ്യാൻ ഇല്ലാതെ ഒരു ലൊക്കേഷൻ്റെ എക്സ്പെൻഡിച്ചർ വരിക എന്നുള്ളപ്പോൾ ഒരു സീനും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഫുൾ ഡേ കവർ ചെയ്യാനുള്ള സീൻ അവിടെ കിട്ടും. അപ്പോൾ അവിടെ ഒരു ആർട്ടിസ്റ്റും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റിനെ ഒന്നും കൂടെ തിരിച്ചു കൊണ്ടുവന്ന് യൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതിൽ ഓക്കെ ആ ഡിസ്കഷൻ അവിടെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്കും കുറച്ച് ഈ കോൺവെർസേഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അവളുടെ ക്യാരക്ടറിനും കുറച്ചും കൂടി ഒരു 3 dimensional ഒരു റൂറൽ ഏരിയ ഇരിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു 1 dimensional കാണേണ്ടതില്ല. അവൾക്കും ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാം, അതിലേക്കുള്ള ആഡ് ഓൺ ചെയ്യാം, ക്യൂരിയസ് ആവാം. അതൊക്കെ ഒരു ആ ക്യാരക്ടറിലേക്ക് 3 dimensional കിട്ടും എന്നുള്ളതൊക്കെ തോന്നി അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ലേറ്റർ സെക്കൻഡ് ഹാഫിൽ നരൻ ചേട്ടൻ അശോകേട്ടൻ്റെ വീട്ടിൽ കയറുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഭാര്യയും മോളും പാനിക് ആവുന്നു എന്ന് പറഞ്ഞൊരു എലമെന്റ് വേണം. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ഇനി ഇതിന് 2 ആർട്ടിസ്റ്റുകൾ വേണമല്ലോ. അപ്പോൾ ആലോചിച്ച് ഒന്നത് ലോജിസ്റ്റിക്കൽ എന്ന് മാത്രമല്ല, വെറുതെ ഒരു നമ്പറിന് വേണ്ടിയിട്ട് പുതിയൊരു ആർട്ടിസ്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി പടത്തിൽ ഇൻട്രൊഡ്യൂസ് ആവുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ മൊത്തത്തിൽ ഒരു കൊഹിറൻസ് കിട്ടും. അപ്പോൾ ആലോചിച്ച് ഓക്കെ ഓൾറെഡി നമ്മൾ ഒരു പെൺകുട്ടി നമുക്കുണ്ടല്ലോ, പെൺകുട്ടി അശോകേട്ടന് മോളാക്കാം എന്ന് തീരുമാനിച്ച് അപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് അവിടെ ഒരു ഡയലോഗ് അഡീഷണൽ എഴുതി ചേർത്തു. ഇവിടെ വരുന്നതിന് മുമ്പാ മോക്ക് ഓർമ്മയില്ലേ, അതുകൊണ്ട് മോക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് അശോകേട്ടനെ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. പിന്നെ സന്ദീപിൻ്റെ അതിൻ്റെ തൊട്ട് പ്രീവിയസ് ഡയലോഗ് സീനിൽ പോയിട്ട് സന്ദീപിൻ്റെ ഡയലോഗ് അപ്പൂട്ടേട്ടനാണ് ഫസ്റ്റ് കോപ്പി, അച്ഛൻ ഇങ്ങനെയാണ്. അതാണ് ബാക്ക് ആൻഡ് ഫോർത്തിൻ്റെ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഓർമ്മ എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണല്ലോ. ഇപ്പോൾ ബാഹുലിൻ്റെ കഥകളിലെല്ലാം ആളുകൾ ഒരു മീറ്ററിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിഷ്വൽ ഗ്രാഫ് ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ പാളുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെ ഫുൾ കൺട്രോൾ ചെയ്ത്
എങ്ങനെയാണോ അത് കണ്ടിട്ടുള്ളത് ആ രീതിയിലേക്ക് ഔട്ട് കൊടുക്കുക എന്ന് പറയുന്നതിൽ ഒരു ഭയങ്കര ഒരു പ്രഷറില്ലേ? എനിക്കങ്ങനെ തോന്നി കേട്ടോ. ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഈ തിരിച്ച് കഥ ആവാഹിക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാ? എനിക്ക് തോന്നുന്നു അഹമ്മദ് കബീർ പറഞ്ഞിട്ടുണ്ട് 10 ദിവസം കൊണ്ട് കഥ എഴുതിയിട്ട് ഇത് മെയിൽ ചെയ്യുക. അത് വരുന്നവരെങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അത് കംപ്ലീറ്റ് മെയിലിരുന്ന് വായിച്ചതിന് ശേഷം ഒരു നരേഷൻ ഉള്ളൂ, സംസാരം ഉള്ളൂ എന്ന്. അങ്ങനെ തന്നെയാണോ ദിൻജിത്തിൻ്റെ അടുത്തും? എങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കണേ? അല്ല, ബാഹുല് അതന്നെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ എങ്ങനെയാണ്. പിന്നെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും കൂടെ എല്ലാവരും അത്രയും ഹൈലി ടാലൻറ്റുള്ള ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ അവരോട് നരേറ്റ് ചെയ്തു. അതിന് ശേഷമൊക്കെ ഈ മീറ്ററാണ് വേണ്ടത് എന്നുള്ള നമ്മൾക്കുള്ളിൽ ഒരു ധാരണയുണ്ടാവും. പക്ഷെ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്കൊരു ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് നമുക്കും കിട്ടില്ല. ഞാൻ ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡം ചെയ്ത സമയത്തും നമ്മുടെ കുട്ടേട്ടനായാലും ഒരു ഘട്ടം വരെ നമുക്ക് അയ്യോ ഇതാണോ ഈ മീറ്ററിലാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഇതാണോ നല്ലത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. ഇപ്പം റൈറ്ററായാലും ഡയറക്ടറായാലും. അപ്പോൾ ഒരു ഘട്ടം എവിടെയോ ഒരു പോയിന്റ് വരും. ഓക്കെ, ഏതെങ്കിലും ചില സമയം ഒരു നോട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം, ഒരു ആക്ഷൻ ആയിരിക്കാം. ആ ആക്ഷൻ ആയിരിക്കും ചില സമയം നമ്മളെ ഒരു ഹൂക്ക്. ഓക്കെ, ഇതാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു മാനറിസം, അല്ലെങ്കിൽ ഇതിലൂടെ പോയാലായിരിക്കും ചില സമയം ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ അത് അവർക്കും കിട്ടുമായിരിക്കും. ആക്ടർ എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലായിരിക്കും ചില സമയം ഒരാൾക്ക് കിട്ടുക. ചില ആൾക്ക് ഒരു ദിവസത്തിൽ തന്നെ കിട്ടാവുന്ന ആർട്ടിസ്റ്റ് ഉണ്ടാവും. അതിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം എനിക്ക് തോന്നുന്നു അവർ പിന്നെ എടുക്കുന്ന റെൻഡറിങ് എല്ലാം ഭയങ്കര ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും. അത് ചില സമയം അത് എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തോന്നുമായിരിക്കും ലൈക്ക് ഓക്കെ ഇത് ഇത്രയും പോകില്ലല്ലോ, ഈ നോട്ട് എന്തായാലും അയാൾ നോക്കില്ലല്ലോ. ആ ഒരു കൺവേഴ്സേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, ചില സമയം നമ്മളെ ADs അത്രയും ടാലൻറ്റഡ് ADs എന്ന് പറയും. അസോസിയേറ്റ് ഡയറക്ടർ ആയാലും ചീഫായാലും എല്ലാം അവരെല്ലാം ചേട്ടാ ഇത് ഇങ്ങനെ ചെയ്യൂലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് അവരുടെ ഭാഗത്തുനിന്നും ഇൻപുട്ട് കിട്ടും. നിങ്ങൾ ഭയങ്കര കണിശക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊരു ഷോട്ടിൽ കൃത്യമായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയുണ്ട്, അത് വേണം എന്നുള്ള ഒരു ഇംപ്രവൈസേഷനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പം ആർട്ടിസ്റ്റുകൾ പലരും പല രീതികളിലുള്ള ഔട്ട്പുട്ട് വരുന്ന ആളുകളുണ്ടാവുമല്ലോ. ചിലർക്ക് ഇംപ്രവൈസേഷൻ ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, ചിലർക്ക് ഇതല്ല കൃത്യമായിട്ടുള്ള നരേഷൻ അതുപോലെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇംപ്രവൈസേഷൻ ഇഷ്ടമുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് പ്രയാസമാണോ? അല്ല, അതുകൊണ്ടല്ല കേട്ടോ, കണിശത കൊണ്ടല്ല. അല്ല, ഞാൻ നെഗറ്റീവായിട്ട് പലതും നല്ല അടിപൊളി, ആ മൊമെന്റിൽ അടിപൊളിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഇംപ്രവൈസേഷൻസ് സജഷൻസ് ആയിരിക്കും പറയാം അവർ കിട്ടുക. അത് കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് ടോട്ടൽ പിക്ചറിൽ ഇതിന്റെ ബട്ടർഫ്ലൈ എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റർ ആ ഡയലോഗ് മറ്റേ സീനിൽ പറയുന്ന സമയത്ത് അതിന് കോൺട്രഡിക്ടറി ആവുമോ എന്നുള്ള അത് ആലോചിച്ചിട്ടാണ്. അല്ലാതെ ഇംപ്രവൈസേഷൻ്റെ അതൊക്കെ അത് ആ മൊമെന്റിൽ ഭയങ്കര രസമായിരിക്കും. അപ്പം അത് എനിക്കത് ആ അവയർനെസ് എപ്പോഴും സ്റ്റിക്ക് ചെയ്യുന്ന വെച്ചാൽ അഭിജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തും അസോസിയേറ്റ് ഡയറക്ടറും ഉണ്ട്, കിഷ്കിന്ധയിലൊക്കെ ഉള്ളത്. അവൻ പറഞ്ഞ ഡയലോഗാണ് ഇപ്പോൾ ഏത് സിറ്റുവേഷനിൽ എൻ്റെ തലയിൽ കൂടെ റൈം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഞാനെപ്പോഴോ കിഷ്കിന്ധയുടെ ഏതോ ഒരു സീൻ ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ പാഡ് നോക്കിയിട്ട് എടാ ഈ ഡയലോഗ് ഇങ്ങനെ ആക്കിയാലോ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് എഴുതി കാണിച്ചു. എന്നിട്ട് അവൻ ആലോചിക്കുക, മറുപടി പറയുന്നില്ല. എന്നുവെച്ചാൽ എന്താ അല്ല ഓക്കെ ഒന്ന് പറഞ്ഞു. അല്ല അതല്ല വെയിറ്റ് ഡയലോഗ് നല്ലതാണ്, പക്ഷെ അതിനെന്തെങ്കിലും ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കട്ടെ. അവൻ്റെ പറയുന്നതാണ് ഈ രീതിയിൽ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ടേം ആലോചിച്ചിട്ടേ അത് കേൾക്കണം. പിന്നെ ആസിക്കയും അവരുടെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഷോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും ഒരു കോ ആർട്ടിസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആസിക്ക് തന്നെ തിരുത്തുന്നത് കേട്ടിട്ടുണ്ട്. ആ വാക്ക് മാറ്റല്ലേ, അത് മറ്റേ ഇന്റർവ്യൂവിന് മുന്നിലുള്ള ആ സീനിൽ ഇത് പറയുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ അതിന് ഇടി വരും എന്നുള്ളത് നോക്കിയിട്ട് അവരത്രയും കോൺഷ്യസ് ആണ്. അപ്പോൾ അതൊക്കെ അന്നത്തെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, ഫസ്റ്റ് എഴുതിയ സിനിമയുടെ. അപ്പോൾ അതിൻ്റെ ചുവട് ഇപ്പോഴും പിടിച്ചിട്ട് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എപ്പോഴും ഡയലോഗിലും മാനറിസങ്ങളിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ആവുമല്ലോ അല്ലേ, ഉണ്ടോ എന്നുള്ളത് ഒന്ന് എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്ത് വേണം അതിൽ കോൾ എടുക്കാൻ. അപ്പോൾ അങ്ങനെ അതിന് ദോഷം വരാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും നമുക്കിത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫുൾ ഡേയുടെ പരിപാടി 2 മണിക്കുള്ളിൽ തീർക്കാനുള്ള സാധനമായിരിക്കും. അപ്പോൾ
ഒരു ഇംപ്രവൈസേഷൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് പ്രോസസ്സ് ചെയ്ത് ആ സീൻ എങ്ങനെയായിരുന്നു ആ സീനൊന്നും എടുത്ത്. അപ്പോൾ ഇതിന് ഫുൾ ബൗണ്ട് സ്ക്രിപ്റ്റ് ആയിരിക്കില്ല അധികം, പേപ്പർ ആയിരിക്കില്ല. പിന്നെ അത് പെട്ടി വന്നിട്ട് എടുക്കണം. ആ പെട്ടിയാണെങ്കിൽ ഒരു 100 ചാക്കിൻ്റെ അടിയിലായിരിക്കും ആ പെട്ടി ഉണ്ടാവുക. അത് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ആ സീൻ ഈ സീനൊക്കെ ഒത്തുക. അപ്പം അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഉള്ളത് സേഫ് ആണോ, പരിക്കില്ലല്ലോ, എന്നാൽ ഇത് വെച്ചിട്ട് പോവാം. അതിപ്പോൾ ആലോചിക്കാൻ ഇപ്പം തലയിൽ സ്ഥലമില്ല. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ നല്ല നല്ല അടിപൊളി സെഷൻസ് വരാറുണ്ട്, അതൊക്കെ എടുക്കാറുണ്ട്. ഈ പലപ്പോഴും സിനിമ നമുക്ക് വിഷ്വൽ ആണല്ലോ, അപ്പം ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരാളുടെ ഭാവനയാണ്. ഇതിന് പലപ്പോഴും അതായത് വെർബലി ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ആവുന്നതും സിനിമയിലെ വിഷ്വൽ കൊണ്ടൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ആവുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അല്ലെ, ഇപ്പം മലേഷ്യയിലുള്ള ഒരു സീക്വൻസ് അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണെന്ന് ആ ഒരൊറ്റ സീനിൽ നിങ്ങൾ റിഫ്ലക്റ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു ടേക്ക് എങ്ങനെയാണ് വരുന്നത്, ഈ ലൊക്കേഷനെ ക്യാരക്ടർ ആക്കുന്നത്? അതെനിക്കൊന്നും മേ ബി അത് നമ്മൾ ഡെലിബറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഇത് കാണുന്നവരുടെ പെർസെപ്ഷനിലാണ് അത് ക്രിയേറ്റ് ചെയ്ത് വരുന്നതെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിത് മേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആലോചിക്കല്ലോ, നമ്മൾ നരേറ്റീവിലുള്ള കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുള്ളൂ. അല്ലാതെ അഡ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് ചിന്തിക്കാറേ ഇല്ല. പ്രാക്ടിക്കലി അതെങ്ങനെ ആ നരേറ്റീവിലുള്ള കാര്യങ്ങൾ, ആ സീനിലുള്ള കണ്ടന്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ടൈമിംഗ് വൈസ് എങ്ങനെ ഷാർപ്പാക്കാം, ആ മിസോൺ സീനിൽ എങ്ങനെ പ്ലേഫുൾ ആക്കാം, ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫ്ലോ എങ്ങനെ എൻഷുർ ചെയ്യാം, ഭയങ്കര പ്ലേസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്, ഷോട്ടിന് വേണ്ടി ഷോട്ട് വെച്ച രീതിയിൽ തോന്നരുത്, കുറച്ചും കൂടെ കാൻഡിഡ് ആയിട്ട് തോന്നണം. കാൻഡിഡ് ആയിട്ട് വെച്ചാൽ പക്ക കാൻഡിഡ് എന്നുള്ള രീതിയിലുള്ള ഇറ്റ്സ് ഹാപ്പനിങ് ഫോർ റിയൽ, വി ആർ ഇൻ ദാറ്റ് സ്പേസ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് സ്പേസ്. ക്യാമറയ്ക്ക് വേണ്ടി ആർട്ടിസ്റ്റ് ഒരു പ്രത്യേക പൊസിഷനിൽ വന്ന് നിന്ന് ഫ്രെയിമിൽ അലൈൻ ചെയ്ത് നിന്ന് പറയുന്ന പോലെ അങ്ങനെ തോന്നിക്കരുത്. അവർ ജസ്റ്റ് ബിഹേവ് ചെയ്യുന്നു, നമ്മൾ ക്യാമറ കൊണ്ട് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളൊരു ലാഘവത്തോടെയൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് അറ്റംപ്റ്റുകൾ, ശ്രമങ്ങൾ. അപ്പോൾ അല്ലാതെ ഇത് നല്ല ഫ്രെയിമായിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞ ഒരു പൊടി പോലും ഇങ്ങനെ അനക്കരുത്, ഈ സംഭവമില്ല. നമ്മൾ മാർക്ക് പോലും ഇല്ല, ആർട്ടിസ്റ്റുകൾക്ക് മാർക്ക് പോലും കൊടുക്കാറില്ല. ഇവിടെ തന്നെ നിൽക്കണം എന്നും പറയില്ല. ഏകദേശം ഒരു സ്പേസ് ഏകദേശം ഇങ്ങനെയൊക്കെയാണ്, ഇതിനിപ്പുറത്തേക്ക് പോകണ്ട, അതിനിപ്പുറത്തേക്ക് പോകണ്ട, ഇത്രയും സ്പേസ് നിങ്ങൾക്കുണ്ട്, അവിടെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇൻട്രാക്ട് ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും ഫേവർ ചെയ്തോ, ലൈറ്റ് വൈസ് എല്ലാം സേഫ് ആയിരിക്കും. അപ്പോൾ അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ അവർ സ്പോണ്ടേനിയറ്റ്ലി അവരുടെ കയ്യിൽ നിന്നുണ്ടാവും. അപ്പോൾ കൂടുതലും ക്യാമറ ഷോൾഡർ പാഡിലായിരിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നല്ല ഇൻപുട്ടുകൾ വരുന്ന സമയത്ത് അവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ സ്പോണ്ടേനിറ്റിയുടെ ഒരു സർപ്രൈസ് നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അവരെങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് അഡ്വാൻസ്ലി നമ്മൾ ചോദിക്കുകയും ചെയ്യില്ല. റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ, കോൺഷ്യസ് ആവില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫ്രെയിം ഇതിവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര റെസ്ട്രിക്റ്റഡ്. അവർ ഡയലോഗ് മെമ്മറൈസ് ചെയ്യണം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോഴൊന്നും അവർക്ക് ഭയങ്കര പിടുത്തായിരിക്കും. അപ്പോൾ ഇത് ക്യാരക്ടറിന് പോയി പോകും. അപ്പോൾ അതിനാക്കിടും നല്ലതെന്ന് പറഞ്ഞാൽ ഇത്ര സ്പേസ് ഉണ്ട്, കുറച്ചും കൂടി സ്പേസ് ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ബാക്കി ചെയ്തോന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഫ്രീ ആയിട്ടാണ് അവരുടെ ക്യാരക്ടറിലേക്ക് ഇറങ്ങുക. ഈ ഓൾറെഡി വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ജോഗ്രഫിക് സ്ഥലത്ത് ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ ഉള്ളത്. അവിടെ ഷോൾഡർ പാഡിൽ ഇത്രയും നേരം കാൻഡിഡ് ആയിട്ട് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബിലീവബിൾ. ഇതിന് വിഷ്വൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് മലയാള സിനിമയിൽ വന്നതിനേക്കാൾ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള വിഷ്വലാണ് വരുന്നത്. അതും ഭയങ്കര രസമായിട്ട് അതിൻ്റെ അറ്റ്മോസ്ഫിയറിനൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു വിഷ്വലാണ്. ആസ് എ സിനിമാറ്റോഗ്രാഫർ അതിലെ റിസ്ക് എന്തായിരുന്നു? രണ്ടും ചോദിക്കണല്ലോ. അല്ല, അതാ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ജോഗ്രഫിയും ടെറൈൻ ക്ലൈമറ്റൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെയാണ്. പിന്നെ ഡെലിബറേറ്റ്ലി ഞാൻ പറഞ്ഞില്ല, അതല്ലായിരുന്നു ഫോക്കസ്. ബ്യൂട്ടിയോടുകൂടി കവർ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഫോക്കസ്, ഈ സ്റ്റേജിങ് ആയിരുന്നു ഫോക്കസ്. ക്യാരക്ടർ പ്ലേ, മിസ് ഓൺ സീൻ എന്നുള്ളതായിരുന്നു ഫോക്കസ്. ബാക്കി അത് അപ്പീലിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തോ താങ്ക്ഫുൾ, അത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് എയിം ചെയ്യുന്നില്ല. നമുക്ക് ആ ഈ ഡ്രാമ എങ്ങനെ സ്റ്റേജിങ്, ആ ബ്ലോക്കിംഗ്, ഷോർട്ട് ഡിവിഷൻ, അതിലാണ് കൂടുതൽ താല്പര്യം. എല്ലാ കാലത്തും അതിലാണ് താല്പര്യം. അപ്പം ഇതിൽ പ്രത്യേകിച്ച് അത് അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഡോഗ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മോർ പ്ലാൻഡ് അല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടെ ഒരു കൺവിക്ഷൻ, ബിലീവബിലിറ്റി, റോനെസ് കുറച്ചുകൂടെ കിട്ടും തോന്നി. പിന്നെ ഈ ടൈമിങ് തന്നെ, ആർട്ടിസ്റ്റ് പെർഫോമൻസ് കൃത്യ ടൈമിങ്ങിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുണ്ട്. അപ്പോൾ രസം നമ്മൾ പ്രേക്ഷകർക്ക് രസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിങ് കൃത്യ ടൈമിങ്ങിൽ വന്ന് വീഴുമ്പോൾ അതൊരു ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമുക്കത് കറക്റ്റ് ആ ഒരു പാനിങ് ഇവിടെ വരുമ്പോൾ എക്സാക്ട് മൊമെന്റിൽ തന്നെ അവരിവിടെ എത്തി,
ഈ മൊമെന്റിൽ തന്നെ അവരെ ഫേവറിംഗ് ഒന്ന് ഇങ്ങോട്ട് കിട്ടി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹൈ ഉണ്ട്. അതൊന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴാണ്, ഒരു സെൽഫി എടുക്കുമ്പോഴാണെങ്കിലും നമ്മളെ മുഖം ഒന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു, ഓരോരുത്തരുടെ ഫേസിനും ഓരോ ഫീച്ചർ ആയിരിക്കും, നമുക്ക് നമ്മളെ തന്നെ കാണാൻ ഇഷ്ടമുള്ള ഒരു ആംഗിളും സെർട്ടൻ ഫീച്ചേഴ്സും ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും ക്യാമറ, പക്ഷെ നമ്മുടെ മുഖം ഇങ്ങനെയുള്ള മുഖം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോയെ വേറെ ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, നമ്മൾ തന്നെ സെൽഫി എടുക്കുമ്പോൾ. സിമിലർ. ഈ ആനിമൽസിനെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ ഇതിലെ ക്യാരക്ടർ പറയുന്ന പോലെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ആനിമൽസ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അതിനെ കമാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലൊരു ബുദ്ധിമുട്ടില്ലേ. ഇപ്പോൾ കിഷ്കിന്ധയിലാണെങ്കിലും ഇപ്പോൾ എവിടെയാണെങ്കിലും ആനിമൽസ് ക്രൂഷ്യലാണ്, ആനിമൽ ട്രിലോജി തന്നെയാണ്. ഇപ്പം ഈ ഡോഗ്സിനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവന്ന് ഫ്രെയിമിൽ ഇന്ന സ്ഥലത്ത് നിർത്തുക, ഇന്ന രീതിയിലേക്ക് വർക്കാക്കുക, അത് ഭയങ്കര പണിയല്ലേ? അതിൽ നിങ്ങൾക്ക് ട്രെയിനർ ഉണ്ടായിരുന്നോ, അല്ലെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി വരുന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ ട്രെയിനറുടെ പേരാണ് ജിജേഷ് എന്ന്, തിരുവനന്തപുരം വാലാട്ടിയിലും അയാളായിരുന്നു ഡോഗ് ട്രെയിനർ. അപ്പോൾ മൂപ്പറുടെ ഒരു ടാലൻ്റ് തന്നെയാണ് അത്, സത്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് വേറൊരാളെങ്കിൽ ഇത്രത്തോളം നമുക്ക് ഒരിക്കലും, അതും ടൈം കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിൽ എന്ന് പറഞ്ഞാൽ ഏത് നായി എങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഈ ക്യാരക്ടറിലെ നായും ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ ഓക്കെ ഒരു കളർ പാറ്റേൺ ഉണ്ടാവണം, അല്ലെങ്കിൽ ചില സമയം അത് നമ്മൾ ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്ത് കാണിക്കണം, ഏത് രീതിയിലൊരു നായിനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്ന മലേഷ്യൻ നായാൽ കൂടെ അതിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കിട്ടുമോ, എങ്ങനെയാണ്, അതെല്ലാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു. ഒരു ഘട്ടത്തിലായിരുന്നു ജിതേഷ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി, മീൻസ് ഈ ബ്രീഡ് നല്ലതാണ് എന്നുള്ളൊരു പറയുന്നത്. അപ്പോൾ ഓക്കെ, നല്ല ആ കളറുള്ള ബ്രീഡ് നമുക്ക് മതി, ഈ ഒരു പാറ്റേണുള്ള നായി മതി. പക്ഷേ അതിനുശേഷമുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ നായി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നാട്ടിലെ നായ്ക്കൾ അത്രയും പെട്ടെന്ന് മെരുകില്ല, ലൈക്ക് പെട്ടെന്ന് നമ്മളുമായിട്ട് അറ്റാച്ച് ആവില്ല. അപ്പോൾ അതൊരു വലിയ കൺസേൺ. പക്ഷേ നമുക്കുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 monthൻ്റെ ഉള്ളിൽ നമ്മൾ ഷൂട്ട് തുടങ്ങും, അപ്പോഴത്തേക്കും ട്രെയിൻ ചെയ്യണം. അപ്പോൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഇതിന് 1 വയസ്സുള്ള അണ്ടറിലെ നായ്ക്കൾക്ക് ട്രെയിനിങ് പെട്ടെന്ന് സാധ്യമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ വേറൊരു ചാലഞ്ച്. പക്ഷേ ഓക്കെ, ജിതേഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ നായിൻ്റെ വലുപ്പം എത്രത്തോളം, ഇപ്പോൾ ഒരു 2 വയസ്സുള്ള നായും 3 വയസ്സുള്ള നായും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ 1 വയസ്സുള്ള നായി, കുട്ടി നായിനെ ഇങ്ങനെ നമുക്ക് ആ ഒരു കൺസേൺ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ജിതേഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1 വയസ്സിന് മേലെ പോയാൽ ഒരു 1.5 വയസ്സായാൽ തന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് ആവും, ഒരു അഡൾട്ട് സ്റ്റേജ് ആവും, അത് ടെൻഷൻ ഉണ്ടാവില്ല, അത് വിഷ്വലി നമുക്ക് അപ്പീൽ ആവും എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അതിൻ്റെ വയസ്സെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്തോ ഒരു കറക്റ്റ് ഭാഗ്യം കിട്ടിയെന്ന് പറയുക, അത് കറക്റ്റ് ട്രെയിൻഡായി. ജിതേഷിന് കുറേ ടെക്നിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അഗ്രസീവ്നെസ് എങ്ങനെ കാണിക്കാൻ പറ്റുന്നത്, എന്താണ് നമുക്ക് അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ചില ഇതിനെ ഇറിറ്റേറ്റ് ആക്കുന്നതാണ് അഗ്രസീവ്നെസ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള, ഞാൻ എപ്പോഴും ഇങ്ങനെ പല്ല് കാണിച്ചിട്ട് ഇളിക്കുന്ന സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. മൂപ്പര് പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്തുതരാം എന്നുള്ള പറഞ്ഞു. അതിൻ്റെ ജമ്പെല്ലാം എങ്ങനെ ഓരോ കാര്യങ്ങൾ എങ്ങനെയെല്ലാം അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി മൂപ്പര്, നമ്മൾ പാറ്റേൺസ് ഓരോ സീൻ വൈസ് ഓക്കെ ഇതെല്ലാമാണ് വേണ്ടത് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ധാരണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയവും ഇയാൾ ട്രിവാൻഡ്രത്ത് നിന്ന് നായ്ക്കളെ ഓക്കെ ഇങ്ങനെയെല്ലാം ഈ ജമ്പ് മതിയോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓട്ടമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണോ, ഓരോന്ന് നമുക്ക് അയച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓക്കെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ഇത് ആവശ്യമുണ്ട്, ഇത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതാണ് മൂപ്പര് ഒരു ടോട്ടലി അയാളുടെ ടാലൻ്റാണ് നമ്മൾ ഇതിലുള്ള ബാക്കി നായ്ക്കള് കണ്ടത്. കഥയിൽ പറയുന്ന പോലെ തന്നെ ഒരാളെ ട്രെയിൻ ചെയ്തെടുത്ത് അത് ജിതേഷ് ക്രെഡിറ്റ്സ് മുഴുവനും ജിതേഷിനാണ്. ഈ പെർഫോമൻസിൽ തന്നെ സന്ദീപിന്റെ ഒരു ലൈഫിൽ കൂടെ നമ്മളതിനെ കൊണ്ടുപോവാണ്. അപ്പം താരതമ്യേന യങ്ങർ ആയിട്ടുള്ള ഒരു ആക്ടർ കൂടെയാണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നമില്ലാതെ അതിനെ എങ്ങനെ വേണമെങ്കിലും ആള് മാറി വരുന്നുണ്ട്. നമുക്ക് ആളുടെ അടുത്തൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നില്ല, ആൾ ഇന്നത് ചെയ്യോ ഇന്നത് ചെയ്യാതിരിക്കുമോ എന്നുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നില്ല. സന്ദീപിനെ ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്നത് അവിടുന്ന് സന്ദീപ് തരുന്ന ഔട്ട്പുട്ട്, സന്ദീപിന്റെ പെർഫോമൻസിലേക്ക് ഒന്ന് അവസാനത്തേക്കൊക്കെ സന്ദീപ് ലൈക്ക് അത് കംപ്ലീറ്റ് അയാളുടെ ഷോ ആക്കി മാറ്റുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? സന്ദീപിന്റെ ഒരു ജേർണി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
സന്ദീപിനെ നമ്മൾ ബാബുലാണ് മറ്റേ അന്താക്ഷരി അന്താക്ഷരി എന്നുള്ള സംഭവത്തിലാണ് സന്ദീപിനെ നോട്ടീസ് ചെയ്യുന്നത്. ഞാൻ നോട്ടീസ് ചെയ്ത് ഫാലിമിയിലായിരുന്നു. അപ്പോൾ അന്താക്ഷരിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഫാലിമി എനിക്ക് പെട്ടെന്ന് സന്ദീപിനെ അയാളുടെ നല്ല ടൈമിംഗ് ആണ്, ഭയങ്കര ടൈമിങ്ങാണ്. അപ്പോൾ ആ ടൈമിങ് നോട്ടീസബിൾ ക്യാരക്ടറല്ലേ, മീൻസ് ചില വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അത് അത്ര നോട്ടീസബിൾ ആവില്ല. പക്ഷേ സന്ദീപ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ക്യാപ്ചർ ഈ പയ്യൻ നല്ല ടാലൻ്റാണ്. പിന്നെ അയാളുടെ വേഴ്സറ്റൈലിറ്റി എല്ലാം തോന്നുന്നു എല്ലാം കൊണ്ടും നമ്മുടെ ക്യാരക്ടറുമായിട്ട് നമുക്ക് ഒരു ധൈര്യം കിട്ടി. അതിനുശേഷം പിന്നെ ജിംഖാനയും പടക്കളും ഇറങ്ങാൻ പോകുന്നായിരുന്നു. അപ്പോൾ അതിലും അവന് നല്ല പ്രൊമിനൻറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അത് ആ പടങ്ങൾ എന്തായാലും ഒരുവിധം ഹിറ്റാവും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്കുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ എടുത്തിട്ട് നമ്മൾ പുള്ളിയുണ്ട്, ഇത് പ്രൊഡ്യൂസർക്ക് ഒരു ഇത് കൊടുക്കണമല്ലോ. അപ്പോൾ കിഷ്കിന്താണ്ടം അതൊരു വലിയൊരു ഘടകം, കിഷ്കിന്താണ്ടിൻ്റെ വിജയം വലിയൊരു ഘടകമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇങ്ങനെയൊരു പ്രൊഡക്ഷൻ കിട്ടുമെന്നുള്ള ഒരു പ്രൊഡ്യൂസർ അറ്റംപ്റ്റ് ചെയ്യുമെന്നുള്ളത്. അത് വലിയൊരു സ്റ്റാർ കാസ്റ്റും ഇല്ലല്ലോ നമ്മൾ. അപ്പോൾ എല്ലാം ഫേവറായിട്ട് വന്നു കറക്റ്റായിട്ട്. ഓക്കെ, സന്ദീപ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ സന്ദീപിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത്. പിന്നെ അവൻ്റെ ടാലൻറ്റ് നമുക്ക് അത്ര വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എല്ലാ രീതിയിലും നമ്മളെ ക്യാരക്ടറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ സന്ദീപ് വിന്നായിരുന്നു ആ ക്യാരക്ടറിലേക്ക്. എന്ന് പറഞ്ഞാൽ അവനും ഒരു പുതിയൊരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ടോട്ടലി ജിംഖാനെ നല്ല മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ അത് പുള്ളിയിട്ട് എടുക്കുക, ആ സ്റ്റൈലിലേക്ക് മാറുക എന്നെല്ലാം പറഞ്ഞാൽ അവനും ഒരു ചാലഞ്ച് എടുത്തു എന്നുള്ളതാണ്. ഹാപ്പി. നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള റെഫറൻസുകൾ, ഇതൊന്നും പലപ്പോഴും ബാഹുൽ സംസാരിക്കുമ്പോൾ റെഫറൻസുകൾ കൊടുത്തിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. എക്കോയുടെ ഒരു റെഫറൻസ് വിഷ്വലാണെങ്കിലും അതിൻ്റെ സ്റ്റോറിയിലാണെങ്കിലും മൊത്തത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു റെഫറൻസ് എന്തായിരുന്നു? വിഷ്വലൊന്നും റെഫറൻസ് ഇല്ല, ഇല്ല സ്റ്റോറിക്ക് റെഫറൻസ് ഇല്ല. റെഫറൻസ് ഇല്ലാതെ തന്നെയാണത്. ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, ബോധർ ചെയ്യണ്ട, ഒന്നിനെ കുറിച്ച് ഒന്നുപോലെ ആവണം എന്നും ആഗ്രഹിക്കേണ്ട. തോന്നുന്ന പോലെ എന്താണ് ഇൻഡ്യൂഷൻ്റെ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം. എന്തെങ്കിലും ഒറിജിനലായിട്ട് എന്തെങ്കിലും ഒറിജിനൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ദ അൾട്ടിമേറ്റ് ഒറിജിനൽ എന്നുള്ള രീതിയിലല്ല, ആസ് മച്ച് ആസ് ഒറിജിനൽ. നമ്മളിപ്പോഴത്തെ ഒരു പരിമിതിയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയൊക്കെയാണോ പുഷ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാം. പ്യൂർലി ട്രസ്റ്റ് ഇൻസ്റ്റിങ്സ്, ഇൻറ്റ്യൂഷൻ്റെ പിന്നാലെ പോവുക. ഇതിൽ ഓഡിയോഗ്രാഫും ഓഡിയോ ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴോ ഒന്നും കേൾക്കാത്ത സംഗതിയാണല്ലോ പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിലേക്ക് ആഡ് ആവുന്നത്. അത് തരുന്നൊരു ഇമ്പാക്റ്റ് ഹ്യൂജ് ആണ്. എസ്പെഷ്യലി ഓരോ ക്യാരക്ടറിനെയും നിങ്ങൾ റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഓഡിയോ കൂടെ വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ഇതിനെങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്? മുജീബിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? മുജീബൊക്കെ ഇതിൽ നമുക്കുണ്ടായിരുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഒബ്വിയസ് ആവരുത് എന്നുള്ളതായിരുന്നു. അത് കിഷ്കിന്തയിലും അങ്ങനെ തന്നെയായിരുന്നു. ഒബ്വിയസ് സ്കോറുകൾ, അപ്രോച്ചുകൾ വേണ്ട. ലൈക്ക് ഇങ്ങനെ ഒരു സീനിൽ ഇങ്ങനത്തെ ഒരു സ്കോറാണ് സിനിമാറ്റിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു ശാസ്ത്രീയമായൊരു രീതിയെങ്കിൽ കീഴ്വഴക്കങ്ങൾ അതാണെങ്കിൽ ആ കീഴ്വഴക്കങ്ങളിൽ പോകണ്ട, നമുക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെന്തെങ്കിലും ഒറിജിനൽ ഒരു കോൺട്രാസ്റ്റ് ഐഡിയ എന്തെങ്കിലും വരും, കിട്ടും, ഒരു ഫീൽ എന്തെങ്കിലും കിട്ടും. ലെറ്റ്സ് ട്രൈ നോക്കാം, നമുക്ക് നമ്മൾ തന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ രീതിയിൽ അങ്ങനെ ട്രൈ നോക്കണം. പിന്നെയുള്ള ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിരുന്നത് മെലഡി പരമാവധി ചേർക്കുക എന്നുള്ളൊരു ക്യൂ ആയിരുന്നു. അല്ല, ഇത് ത്രില്ലറാണ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് അങ്ങനെ ഭയങ്കര ത്രില്ലർ മ്യൂസിക്കിലേക്ക് പോകണ്ട. നമ്പർ ഓഫ് മെലഡീസ് പരമാവധി ആഡ് ചെയ്യുക. പിന്നെ ഈ കുറച്ച് മാസ്കുലിൻ ഓർ ആൽഫ മെയിൽ മ്യൂസിക്കുകൾ ഉപരിയായിട്ട് കുറച്ചും കൂടെ ഫെമിനൈൻ എസ്തെറ്റിക്സ് എലമെൻറ്റ്സ് വരുന്ന രീതിയിൽ, ആ ഒരു ഫീൽ കുറച്ചും കൂടെ വരുന്ന രീതിയിലുള്ള സ്കോർ ആയിരിക്കണം എന്നുള്ളത് ഒരു ക്യൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒബ്വിയസ് അല്ലാത്ത ചോയ്സുകൾ, ഒബ്വിയസ് അല്ലാത്ത ഋതം വേണം എന്ന് തോന്നുന്ന സ്ഥലത്ത് ഋതം ചെയ്യാണ്ടിരിക്കുക, ഋതം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഋതം കൊടുക്കുക, എല്ലാം തർക്കുത്തരം. അതെ, അതൊന്നും ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ആരും ചെയ്യാറില്ല എന്നാൽ അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ അവസാനത്തെ ഫൈറ്റിൻ്റെ സമയത്തുള്ള സ്കോറൊക്കെ ആ ഒരു മെലഡി ഇട്ടിട്ട് അതെങ്ങനെ നോക്കാം, അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് കിട്ടും എന്നുള്ള അങ്ങനെയുള്ള കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ മുജീബ് 2015-16 തൊട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്ന കാലം തൊട്ടുള്ളൊരു റാപ്പവും ബന്ധമാണ് മുജീബായിട്ട്. ഒരിക്കലും ഒരു പ്രൊഫഷണൽ സ്പേസേ അല്ല, ഭയങ്കര തോളത്ത് കേട്ടിട്ടുള്ളൊരു ബന്ധമായതുകൊണ്ട് ചുമ്മാ
വർത്താനം പറഞ്ഞ് അവൾ ഇൻസ്പയർ ചെയ്യാനുള്ള എന്തെങ്കിലും അഡ്ജക്റ്റീവ്സ് പറയണമെന്നുള്ളൂ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ. നമ്മള് ഇതാണ് ഒരു ഫീൽ എന്നുള്ളതിലാണോ പോണേ? അതെ 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 അങ്ങനെ കേൾക്കുക, അങ്ങനെ ട്രൈ ചെയ്യുക. ഓക്കെ, സോ എക്കോ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ആളുകളെ ഇന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ എലമെന്റുകളെല്ലാം കൂട്ടിവെച്ചിട്ടുള്ള സിനിമ ഫോർമുലകൾ വരുന്നിടത്താണ് നിങ്ങൾ അതിനെ പൊളിച്ച് വേറൊരു എസ്തെറ്റിക്സ് സമ്മാനിക്കുന്നത്. അത് തരുന്നത് ഭയങ്കര രസമുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു. ലൈക്ക് പ്രത്യേകിച്ച് കോംബോ ഹിറ്റ് ആവുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എക്കോ ആൻഡ് വി ആർ എക്സ്പെക്ടിങ് മോർ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു.